തുടർച്ചയായി മോഷണങ്ങൾ നടക്കുന്നതിൽ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പോലീസിന് വിമർശനം. മോഷണങ്ങൾ തടയാൻ ആവശ്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു വിമർശനം. വ്യാപകമായി മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കൃത്യമായി പഠനവും നടക്കുന്നുണ്ടോ, എന്താണ് അതിന്റെ അവസ്ഥ? രണ്ട് മൊബൈൽ പെട്രോളും ഒരു ബൈക്ക് പെട്രോളിന്റെയും മോർണിംഗ് ആൻഡ് ഈവനിങ് പെട്രോൾ നടത്തും. ഈ സമാനമായ പല കേസുകളും പോലീസിലെത്തും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് വിടുമ്പോൾ ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നൊരു കാര്യം. അപ്പൊ അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നല്ല ജാഗ്രത ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കും. ഈ ഒറ്റപ്പാലം പോലീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് ഇന്ത്യയിലെ നല്ല പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്റ്റേഷനാണ്. അതില് ഇപ്പൊ ചില വീഴ്ചകൾ വരുന്നുണ്ടോ എന്ന് കൂടി പബ്ലിക്കിൽ സംസാരമുണ്ട്, മാധ്യമങ്ങളിൽ വാർത്ത ഉണ്ട്. ഒരു ദിവസം പോലും മാധ്യമങ്ങളിൽ വാർത്ത ഇല്ലാത്ത ദിവസം ഉണ്ടായിട്ടില്ല. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മോഷണ കേസുകളും പിടിച്ചുപറികളും വർദ്ധിച്ചതായി അംഗങ്ങൾ ആരോപിച്ചു. രാത്രി പട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ കാര്യക്ഷമമാക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങൾ ആവർത്തിക്കുന്നതിനെതിരെയും വിമർശനമുയർന്നു. തൃക്കങ്ങോട് പൊട്ടിത്തെറിച്ചത് എന്താണെന്ന് പോലും വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ആരോപിച്ചു. ഇതിനു മുൻപുണ്ടായ കേസുകളിലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. മോഷണങ്ങൾ തടയാൻ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഇരുചക്ര വാഹനത്തിലും പോലീസ് വാഹനങ്ങളും ഉപയോഗിച്ചാണ് പട്രോളിംഗ് നടത്തുന്നതെന്ന് പോലീസ് അറിയിച്ചു. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം നടന്നു വരുന്നതായും ലാബിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നുണ്ടെന്നും പോലീസ് യോഗത്തിൽ പറഞ്ഞു. പനമണ്ണ ഇത്യൻമലയിലെ ക്വാറിയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബ്ലോക്ക് കൃഷി വകുപ്പിന് കീഴിലെ കൃഷിഭവനുകളിൽ ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതിനെ ചൊല്ലി വിമർശനമുയർന്നു. കഴിഞ്ഞ 2 വർഷക്കാലത്തെ 600-ലേറെ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. താൽക്കാലികമായി എത്തുന്ന കൃഷി ഓഫീസർമാർ അപേക്ഷകൾ പരിഗണിക്കുന്നേയില്ലെന്നും ആക്ഷേപമുണ്ടായി. റവന്യൂ വകുപ്പിനെതിരെയും വിഷയത്തിൽ വിമർശനമുണ്ടായി. ചില കൃഷിഭവനുകളിൽ കൃഷി ഓഫീസർമാർ ഇല്ലാത്തതാണ് കാരണമെന്ന് കൃഷി വകുപ്പ് യോഗത്തിൽ അറിയിച്ചു. അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ യോഗം നിർദ്ദേശം നൽകി. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ PM ജലീൽ അധ്യക്ഷനായി. തഹസിൽദാർ CM അബ്ദുൾ മജീദ് സംസാരിച്ചു.